ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹാഭിവാദങ്ങൾ. പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൽ പരിഗണനകൾ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. ജീവിതത്തിൽ ഒത്തിരി കഴിവുകളുള്ള മനുഷ്യരും ജീവിതത്തിൽ പലവിധമായ പരിമിതികളുള്ള മനുഷ്യരുമെല്ലാം പരിഗണനകൾ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അത്തരത്തിൽ പരിഗണനകൾ ലഭിക്കാതിരിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ വേദനയും ഒറ്റപ്പെടലുകളും നിരാശയും അപകർഷതാബോധവുമെല്ലാം വളരെ ഉയർന്ന അളവിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള വലിയ സാധ്യതകൾ ഏറെയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ അപ്രധാനമായതിനെ ചേർത്ത് പിടിക്കുന്ന, പ്രാധാന്യതയോടെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എൻ്റെ ശ്രോതാക്കളുമായി ഞാൻ പങ്കുവയ്ക്കുന്ന വിഷയമെന്ന് പറയുന്നത് അപ്രധാനമായതിനെ പ്രാധാന്യതയോടെ കാണുന്ന ദൈവം എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു തിരുവെഴുത്ത് ശ്രോതാക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവെഴുത്താണ്. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: ഈ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും മുളച്ചു വരട്ടെ എന്ന് യഹോവയാ ദൈവം കൽപ്പിക്കുന്നതായിട്ടാണ് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സന്ദേശത്തിലൂടെ അതിനകത്തുനിന്നൊരു സന്ദേശം, ആ വാക്യത്തിൽ നിന്നൊരു സന്ദേശം എൻ്റെ ശ്രോതാക്കളോടായി ഞാൻ പങ്കുവയ്ക്കുന്നത്, ഈ പുല്ല് അത് വലിയ പ്രാധാന്യതയുള്ള ഒരു സസ്യമായി സ്വാഭാവികമായി നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാൻ തരമില്ല. നമ്മുടെ എല്ലാവരുടെയും ചിന്താമുഖരത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടിയെത്തുന്നത് വിലപിടിപ്പുള്ള വൃക്ഷങ്ങളായ തേക്കും ചന്ദനവും വീട്ടിയും അതുപോലുള്ള വൃക്ഷങ്ങളൊക്കെ ആയിരിക്കും. ഈ പ്രപഞ്ചത്തെയെല്ലാം ദൈവം സൃഷ്ടിക്കുമ്പോൾ, ഈ ഭൂമിയിലെ നിരവധി സസ്യജന്തുജാലങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദ്യ പരിഗണന കൊടുക്കാം എന്ന് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള വലിയ വിലപിടിപ്പുള്ള, കരുത്തുള്ള, വന്യമായി വളരുന്ന ഇത്തരം വൃക്ഷങ്ങൾക്കായിരിക്കും. എന്നാൽ കർത്താവ് ആദ്യത്തെ പരിഗണന, ആദ്യം വളർന്നു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് പുല്ലിനായിരുന്നു എന്ന ഒരു ചിന്ത നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടെ തന്നെ നാം വായിക്കേണ്ടതാണ്. ഈ വചനത്തിലൂടെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ കർത്താവ് ഒരു സന്ദേശം വയ്ക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് ഈ വചനത്തെക്കുറിച്ച് ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കാനിടയായിത്തീരുന്നത്. പ്രിയ സ്നേഹിതരെ, പുല്ല് ഒരു നിസ്സാരമായ സസ്യമാണെങ്കിലും കർത്താവ് അതിനെ വലിയ പ്രാധാന്യതയോടെയാണ് കണ്ടത് എന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് നമ്മളെ വലിയവരായി വലിയ പരിഗണന തന്നെയാണ് നമ്മൾക്ക് തരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അപകർഷതാബോധം തീർക്കുന്ന ഒരു തടവറയ്ക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോകാതെ, അയോഗ്യതാബോധത്തിൻ്റെ തടവറയ്ക്കുള്ളിലേക്ക് നമ്മൾ നിബന്ധിച്ചു പോകാതെ, ദൈവം എന്നെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ വളരെ ആത്മവിശ്വാസത്തോടെ കർത്താവിൽ ശരണപ്പെടുവാനായിട്ട് ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളോട് വായിക്കുന്നത് ഈ പുല്ലിന് വളർന്നു വരാനുള്ള ആദ്യത്തെ അവസരം ഈ പുല്ലിനാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മളെ പരിഗണിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നമുക്ക് അവസരങ്ങൾ തരുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ ആദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാധാന്യതയില്ലാതിരുന്നിട്ടും ദൈവത്താൽ ഉയർത്തപ്പെട്ടിട്ട് സമൂഹമൊന്നും വലിയ പ്രാധാന്യത കൊടുക്കാതിരുന്നിട്ടും ദൈവത്താൽ ഉയർത്തപ്പെട്ട അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. കർത്താവിന്റെ ദാസനായ മോശെ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം തന്നെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഇത്താഖിനെ കുറിച്ച് നമ്മൾക്ക് അങ്ങനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം മനുഷ്യരൊന്നും വലിയ പ്രാധാന്യതയോടെ സമൂഹം കണ്ട ആളുകളായിരുന്നില്ല, പരിഗണിച്ചിരുന്ന ആളുകളായിരുന്നില്ല. അവരെല്ലാം അപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി നിർത്തിയ ആളുകളായിരുന്നു. ജോസഫ് അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. ഇങ്ങനെ അനേക മനുഷ്യരെ തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ കർത്താവിൻ്റെ വചനം മുമ്പോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെത്തുമ്പോൾ അവിടെ ശൗൽ എന്ന ഒരു മനുഷ്യനെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ശൗൽ എന്ന മനുഷ്യൻ ക്രൈസ്തവ സഭയിൽ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. 9-ാം അധ്യായത്തിൽ അദ്ദേഹം മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനം ഉണ്ടായി, മാനസാന്തരം വന്ന് മാനസാന്തരത്തിന്റെ അനുഭവത്തോടു കൂടെ അന്ധരായി തോൽക്കൊല്ലനായി ശിമോന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അനന്യാസ് എന്ന മനുഷ്യൻ ദൈവനിയോഗത്തിൽ കടന്നു വന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്നെ സൗഖ്യമാക്കുന്നു. താൻ അറിഞ്ഞ, താൻ മനസ്സിലാക്കിയ ആത്മീയ സത്യങ്ങളെ
ആളുകളോട് സംവദിച്ചുകൊണ്ട് താൻ ചില നാളുകൾ ചില ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു കൂടുകയാണ്. അത്തരത്തിൽ ക്രിസ്തീയ പ്രവർത്തന രംഗത്തേക്ക് പതിയെ പതിയെ ചുവടുവെച്ച് വന്ന മനുഷ്യനായ ഈ ശൗലിനെ അല്ലെങ്കിൽ പൗലോസിനെ ക്രൈസ്തവ സഭ ശ്രദ്ധിച്ച് അവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഗണനയൊന്നും ക്രൈസ്തവ സഭാ നേതൃത്വമോ അപ്പോസ്തലന്മാരോ സഭാവിശ്വാസികളോ പൗലോസിന് നൽകിയിരുന്നില്ല. എന്നാൽ കർത്താവിനദാസനായ ബർന്നബാസ് എന്ന വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസൻ ബർന്നബാസ് ഈ ശൗലിനെ കൂട്ടി ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുകയും ശുശ്രൂഷ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ ഏറ്റവും നെടുനായകത്വം വഹിക്കുന്ന ഒരു കർത്താവിനദാസനായി പൗലോസിനെ നമുക്ക് വായിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഇടത്തു നിന്ന് ദൈവം ആ മനുഷ്യനെ ഉയർത്തുന്നത്, ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ദൈവം അതിനെ ശക്തനായി ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലുകളാൽ സമൃദ്ധമാണ് വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും. ഈ ലോകത്തിൽ മനുഷ്യനെ തേടി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത്. പാപിയെ തേടി കടന്നു വന്ന പരിശുദ്ധരായ ദൈവത്തെ എത്ര മനോഹരമായിട്ടാണ് ദൈവവചനം അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സുഹൃത്തുക്കളെ, പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ വിശുദ്ധ ബൈബിളിലാണ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. പാപിയെ തേടി കടന്നു വന്ന രക്ഷകൻ. ഒരുപക്ഷെ ഈ ലോകത്ത് അങ്ങനെ രക്ഷിതാവ് പാപിയെ തേടി വന്നതായിട്ട് മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അത് ദൈവവചനമായ വിശുദ്ധ ബൈബിളിലാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരോടായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നും നിങ്ങളെ ആരും വിലമതിക്കുന്നില്ല എന്നും പരിതപിച്ച് ജീവിതത്തിൽ അസ്വസ്ഥ മനസ്സുള്ളവരായി താങ്കൾ അതേ തകർന്നു പോകേണ്ടതില്ല. താങ്കളെ ശ്രദ്ധേയമായി കാണുന്ന, ഉയർന്ന പരിഗണനകൾ താങ്കൾക്ക് കൽപ്പിച്ചു തരുന്ന, താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, താങ്കളെ അത് ചേർത്ത് പിടിച്ച് താങ്കളെ അനുഗ്രഹിക്കുന്ന, ഞാൻ നിങ്ങളെ വലിയേറിയവനും മാന്യനുമായി സ്നേഹിക്കുന്നുവെന്ന് താങ്കളോട് സമ്മതിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ താങ്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച കുടിവാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയായിരുന്നു? അത് പുല്ലും വിത്തുള്ള സസ്യങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ആദ്യ സ്ഥാനം സാരമെന്ന് തോന്നുന്ന ആ സസ്യത്തിന് ദൈവം കൽപ്പിച്ചു കൊടുത്തെങ്കിൽ, പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എത്രത്തോളം വലിയ പ്രാധാന്യതയോടെയാണ് ദൈവം കാണുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ദൈവം പരിഗണിക്കുന്നു എന്ന തിരിച്ചറിവ്, അതിനകത്ത് താങ്കളും വളരെ പ്രധാനമായ സ്ഥാനത്തുണ്ട് എന്ന തിരിച്ചറിവ് താങ്കൾക്കുണ്ടാകണം. ദൈവമായ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ. താങ്കളെ കരുതുന്ന, താങ്കളെ സ്നേഹിക്കുന്ന, താങ്കളെ ചേർത്ത് പിടിക്കുന്ന, താങ്കൾക്ക് പരിഗണനകൾ തരുന്ന ഈ കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു കർത്താവിൻ്റെ പാദാന്തികത്തിലേക്ക് വന്ന് നിത്യജീവനും അതേ ആത്മീക സന്തോഷവും അനുഭവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.